ഹലോ ഹായ് നമസ്കാരം. ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സബ്ജക്റ്റ് ഫോക്കസ് ആണ്. ഫോട്ടോഗ്രാഫിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫോക്കസ് എന്ന് പറയുന്നത്. എല്ലാവരും അത് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഫോട്ടോഗ്രാഫിയിൽ ഫോക്കസ് മനസ്സിലാകാതെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു ഫോട്ടോഗ്രാഫി സക്സസ്ഫുൾ ആയിരിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ഫോക്കസ് എന്നുള്ള സബ്ജക്റ്റ് മനസ്സിലാക്കി വെക്കുക. ലെൻസിൽ ഒരു സ്വിച്ച് ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. AF MF ഇത് ക്യാനൻ്റെ ലെൻസാണ്. അപ്പോൾ ആ സ്വിച്ച് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ക്യാമറയിലെ ഫങ്ഷൻസ് മാറി വരും. ആദ്യമായിട്ട് ഫോക്കസിങ് സിസ്റ്റത്തിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തേത് മാനുവൽ ഫോക്കസ്, അതായത് ലെൻസിലുള്ള സ്വിച്ച് മാനുവൽ എന്നുള്ള മോഡിലേക്ക് മാറ്റിയിട്ട് മാനുവലായിട്ട് ലെൻസിൻ്റെ റിങ് ഇതേപോലെ തിരിച്ചിട്ട് ഫോക്കസ് ചെയ്യുന്ന സിസ്റ്റം. അത് മാനുവൽ, അത് നിങ്ങൾക്ക് വ്യൂ ഫൈൻഡറിലൂടെ നോക്കി അത് കൃത്യമായി നിങ്ങൾക്ക് എവിടെയാണോ ഫോക്കസ് വേണ്ടത് അവിടെ ഫോക്കസ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ് മാനുവലായിട്ട്. ലെൻസിലുള്ള മെക്കാനിക്കൽ സിസ്റ്റമാണ് മാനുവൽ ഫോക്കസിന് ഉപയോഗിക്കുന്നത്. അതേസമയത്ത് ഓട്ടോമാറ്റിക് ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസിനകത്തുള്ള മോട്ടോർ ലെൻസിൻ്റെ മെക്കാനിസത്തെ തിരിക്കുകയും അതുവഴി ഫോക്കസ് കൃത്യമാക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഓട്ടോ ഫോക്കസ്. ഓട്ടോ ഫോക്കസ് എന്ന് പറയുന്ന സിസ്റ്റം അത് കൺട്രോൾ ചെയ്യുന്നത് ക്യാമറയുടെ ലെൻസിലൂടെ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന കുറേ പോയിൻറ്റുകൾ വെച്ചിട്ടാണ്. നിങ്ങൾ വ്യൂ ഫൈൻഡറിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ചെറിയ ചെറിയ കുത്തുകൾ പോലെ കുറേ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കാണാം. അതിനെ ഫോക്കസ് പോയിൻറ്റ്സ് എന്നാണ് പറയുക. ഈ ഫോക്കസ് പോയിൻറ്റ്സ് വെച്ചാണ് ഓട്ടോ ഫോക്കസ് വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ എങ്ങനെയാണോ ക്യാമറയ്ക്ക് നിർദ്ദേശം കൊടുക്കുന്നത് അതിനനുസരിച്ച് ആ ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ കയറി ക്യാമറ ഫോക്കസ് ആവും. അങ്ങനെ ഫോക്കസ് ആവുന്നതിന് 3 തരത്തിലുള്ള സിസ്റ്റമാണ് നോർമലി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. അതിൽ ഒന്നാമത്തേത് ഓട്ടോ ഫോക്കസിൽ തന്നെ ഫോക്കസ് പോയിൻറ്റ്സ് ഓട്ടോമാറ്റിക് കൊടുക്കുകയാണെങ്കിൽ, ക്യാമറക്ക് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും ലൈറ്റുള്ള അല്ലെങ്കിൽ ഏറ്റവും കോൺട്രാസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് എവിടെയാണോ ഡിറ്റക്റ്റ് ചെയ്യുന്നത് അവിടത്തേക്ക് അത് കയറി ഫോക്കസ് ഓട്ടോമാറ്റിക്കായി ആ പ്രതലമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് കണക്കാക്കി അത് കയറി അവിടെ ഫോക്കസ് ലോക്കാവും. അതേസമയത്ത് ചില സിറ്റുവേഷൻസിൽ നമ്മൾക്ക് തീരുമാനിക്കേണ്ടി വരും എവിടെയാണ് ഓട്ടോ ഫോക്കസ് വേണ്ടത് എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ ക്യാമറയോട് നിർദ്ദേശം കൊടുക്കണം, ഇന്ന സ്ഥലത്താണ് എൻ്റെ സബ്ജക്റ്റ് ഉള്ളത്, ആ ഭാഗത്ത് ഫോക്കസ് ആവണമെന്ന്. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സെലക്റ്റീവ് ഫോക്കസ് പോയിൻറ്റ്സ് ആണ്. ചില ക്യാമറയിൽ 9, 11, 19, 64 വരെ ഫോക്കസ് പോയിൻറ്റ്സ് കിട്ടുന്ന ക്യാമറകളുണ്ട്. അതിൽ തന്നെ സോൺ ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വരുന്ന ചില പുതിയ മെത്തേഡുകളുണ്ട്. അതായത് കുറേ പോയിൻറ്റ്സ് നമുക്ക് ഒന്നിച്ച് സെലക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡുണ്ട്. അപ്പോൾ ഈ സെലക്റ്റീവ് ഫോക്കസ് പോയിൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ ട്രൈപോഡിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ മെനുവിലേക്ക് കൂടി നിങ്ങൾക്ക് ഫോക്കസ് പോയിൻറ്റ്സ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ സബ്ജക്റ്റ് ഉള്ളത് അതിന് എക്സാക്ട്ലി അതിൻ്റെ നേരെയുള്ള ഫോക്കസ് പോയിൻറ്റ്സ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷട്ടർ പ്രസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടും നിങ്ങളുടെ സബ്ജക്റ്റിൽ അത് ഡാർക്ക് ആയാലും ബ്രൈറ്റ് ആയാലും അവിടെ ഫോക്കസ് ആവുകയും അതുവഴി നിങ്ങൾക്ക് കൃത്യമായ പിക്ചർ കിട്ടുകയും ചെയ്യും. അതേസമയത്ത് വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ഫങ്ഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഫോക്കസ് പോയിൻറ്റ്സ് മാറ്റാനൊന്നും സാധിക്കില്ല. കാരണം ആ സമയം കൊണ്ട് നമ്മുടെ സബ്ജക്റ്റ് പല ഭാഗത്തോട്ട് നീങ്ങി പോകും. അല്ലെങ്കിൽ ഓടുന്ന ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിന് ഓടുന്ന ഒരു ജീവിയുടെ ഫോട്ടോ എടുക്കുമ്പോൾ അത് ഓടുന്ന സമയം കൊണ്ട് നമുക്കത് ഫോക്കസ് പോയിൻറ്റ്സ് മാറ്റാൻ പറ്റില്ല. ഈ സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഒറ്റ ഫോക്കസ് പോയിൻറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഏറ്റവും സെൻറ്ററിലുള്ള അല്ലെങ്കിൽ സൈഡിലുള്ള ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അത് നമ്മുടെ സബ്ജക്റ്റ് ആ ഫോക്കസ് പോയിൻറ്റ് നേരെ കൊണ്ടുവരികയും എന്നിട്ട് ഫോക്കസ് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം പതുക്കെ ക്യാമറ പാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ടിൽറ്റ് ചെയ്തിട്ട് നമ്മളുടെ കമ്പോസിഷൻ കറക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ സിംഗിൾ പോയിൻറ്റ് ഫോക്കസ് എന്ന് പറയുന്നത്. അതിനെ ഫോക്കസ് റീകമ്പോസ് എന്നും പറയും. അതായത് നമ്മുടെ സെൻറ്റർ പോയിൻറ്റ് ഫോക്കസാണ് സെറ്റ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ക്യാമറയിൽ. എന്നിട്ട് നിങ്ങളുടെ സബ്ജക്റ്റിൽ സെൻറ്റർ ചെയ്തിട്ട് ഫോക്കസ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് സബ്ജക്റ്റ് എവിടെയാണോ ഷട്ടർ ബട്ടൺ ഹാഫ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് എവിടെയാണോ വേണ്ട റൂൾ ഓഫ് തേർഡൊക്കെ വെച്ച് കമ്പോസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റ് ഏത് ഭാഗത്തോട്ടാണ് നീങ്ങേണ്ടത് അതിനനുസരിച്ച് ക്യാമറ ഷട്ടർ ബട്ടൺ ഹാഫ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പതുക്കെ പാൻ ചെയ്യുക അല്ലെങ്കിൽ ടിൽറ്റ് ചെയ്യുക ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തിട്ട് റീകമ്പോസ് ചെയ്യാൻ പറ്റും.
അതാണ് ഈ സിംഗിൾ പോയിൻ്റ് ഫോക്കസ് കൊണ്ട് സാധാരണ ഉള്ള ഒരു പ്രയോജനം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞതൊന്നുകൂടി കൺക്ലൂഡ് ചെയ്യുകയാണ്. ഫോക്കസ് 2 മെത്തേഡാണുള്ളത്. ഒന്ന് ഓട്ടോ ഫോക്കസ്, മറ്റൊന്ന് മാനുവൽ ഫോക്കസ്. മാനുവൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ലെൻസിലുള്ള റിങ് തിരിച്ചിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഭാഗം ഫോക്കസ് ചെയ്ത് എടുക്കുന്ന രീതി. രണ്ടാമത്തേത് ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ അതിൻ്റെ ഇലക്ട്രോണിക് കൺട്രോൾസ് ഉപയോഗിച്ച് ലെൻസിലെ മെക്കാനിസം മൂവ് ചെയ്ത് ഫോക്കസ് ചെയ്യുന്ന രീതി. ഈ ഓട്ടോ ഫോക്കസിൽ 3 വിധത്തിലാണുള്ളത്. ഒന്ന് ഓട്ടോമാറ്റിക് ഫോക്കസ് പോയിൻറ്റ്സ്, രണ്ടാമത്തേത് സെലക്റ്റീവ് ഫോക്കസ് പോയിൻറ്റ്സ്, മൂന്നാമത്തേത് സിംഗിൾ പോയിൻറ്റ് ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കസ് ആൻഡ് റീകമ്പോസ്. ഇങ്ങനെ 3 സിസ്റ്റമാണുള്ളത്. ഇത് ഏകദേശം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മനസ്സിലാകാത്തവർ ജസ്റ്റ് ഒരു മെയിൽ അയക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കതിന് ഉത്തരം പറയാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും ഒരു പുതിയ വിഷയമായിട്ട് വീണ്ടും വരാം. താങ്ക് യു വെരി മച്ച്.